ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷവും സമാധാനവുമായ ഒരു ജീവിതം നേരുന്നു. നമുക്ക് നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് നമ്മുടെ ആയുസ് തീരുന്നു എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. രാവിലെ എന്നും പതിവ് പോലെ ഞാൻ നമ്മുടെ ഡ്യൂട്ടിക്ക് മുമ്പായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ വന്നു. ഇനി ഒരു 9:15 കൂടി എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കും. ഞാനിവിടെ ഡ്രൈവറാണ്. അപ്പം പാർട്ട് ടൈമായിട്ട് ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കും. അങ്ങനെ പോകുന്നു. നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. കാരണം ഈ ചുരുങ്ങിയ കാലത്തുള്ള ജീവിതം നാളെ എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് സന്തോഷവും സമാധാനമായിട്ട് കിട്ടുന്ന സമയങ്ങൾ വേസ്റ്റാക്കാതെ എൻജോയ് ചെയ്ത് നല്ല ജോലിയിലേർപ്പെട്ട് നമ്മുടെ ഭാവിയിലേക്കുള്ള കരുതലുകളായി ജീവിക്കാനുള്ള കരുതലുകളായി മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം വീണ്ടും നേരുന്നു. പിന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ച് മതിയാവും എന്തായാലും. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളോർക്കും ഇത് ഇപ്പോൾ ഒരാളെ പറ്റിച്ചു, നമുക്കത് ശാശ്വതമാണ് എന്ന് കരുതണ്ട. കാരണം അതിൻ്റെ തിരിച്ചടി നമുക്ക് ആ ചെയ്ത സമയത്തിൻ്റെ അത്രയും പോലും വേണ്ട, അതിനിപ്പുറത്ത് പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ള കാര്യം തിരിച്ചറിവ് എല്ലാവരുടെയും മനസ്സിൽ വേണം. അതുകൊണ്ട് നല്ല മനുഷ്യരായി സന്തോഷത്തോടു കൂടി നമ്മുടെ ഫാമിലിയൊക്കെ സ്നേഹിച്ച് നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിച്ച് നന്നായി മുന്നോട്ട് ജീവിക്കാൻ എല്ലാ കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ജീവിതത്തിൽ പ്രതിസന്ധികൾ പലതും വരും നമുക്ക്. പക്ഷേ അതെല്ലാം ഒരു ഗെയിം പോലെ കണ്ട് വിജയിക്കാനുള്ള ഓരോ വഴിത്താരകളും കണ്ടെത്തി നമ്മൾ വിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തളരരുത്. എല്ലാവർക്കും ഓരോ പ്രതിസന്ധികളുണ്ട്. എല്ലാവരും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാട്ടിൽ കൂടെയാണ് പോകുന്നതെന്ന് അറിയാം. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരിക്കലും തോറ്റു കൊടുക്കാതെ മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകുക. അതുപോലെ ജീവിതത്തിൽ മാക്സിമം കരയാതിരിക്കാൻ ശ്രമിക്കുക. എത്ര പ്രതിസന്ധികൾ വന്നാലും കരയാതിരിക്കാൻ ശ്രമിക്കുക. കരഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ തോറ്റെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നാളെ അടിപൊളിയായിട്ട് നമ്മൾ വീണ്ടും ഓരോ ജോലിയിൽ ഏർപ്പെട്ട് നമ്മുടെ ദൈനംദിന ജീവിതം ഭംഗിയാക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് നേർന്നുകൊണ്ട് നമ്മുടെ ഈ ലൈഫ് ഇങ്ങനെ ഒരു വാഹനം പോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്.